പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മുവിന്റെ മരണത്തിൽ സഹപാഠികളായ 3 പെൺകുട്ടികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അഞ്ജന മധു, അലീന ദിലീപ്, എ.ടി. അക്ഷിത എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. അമ്മുവിനെ മാനസികമായി പീഡിപ്പിച്ചെന്ന് കുടുംബം ആരോപിച്ച 3 പേരാണിവർ. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയേക്കും. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കതിൽ സമാധാനം, പോലീസുകാരുടെ ഇത് കാണുമ്പോൾ എനിക്ക് സമാധാനം മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മുവിനെ അങ്ങനെ ഒരു ആരാണെങ്കിലും അതനുസരിച്ചിട്ട് അവർ കറക്റ്റായിട്ട് ഇപ്പോൾ 3 പേര്, ശരിക്കും പറഞ്ഞാൽ 3 പേരല്ല, മൊത്തം 9 പേരാ. 9 പേരെ ഒരേപോലെ തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയോ സംസാരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ നിന്ന് ആരെങ്കിലും ഈ 3 പേരിൽ നിന്ന് കിട്ടുന്നത് ഉൾപ്പെടെ ഈ 9 പേരിൽ നിന്നും കൂടെ എല്ലാവരും കൂടെ ഒരുമിച്ച് എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു അഭിപ്രായം ഉണ്ടാകുമെന്ന്, അല്ലെങ്കിൽ ഇതിലെന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റും. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ, അമ്മുവിനുമേൽ സഹപാഠികളുടെ ഭാഗത്തുനിന്ന് വലിയ മാനസിക സമ്മർദ്ദം നേരിട്ടിരുന്നു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇപ്പോൾ 3 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട്. കൂടുതൽ പേരുണ്ടെന്ന് കൂടി ബന്ധുക്കൾ, സഹോദരൻ അടക്കമുള്ളവർ ഉന്നയിക്കുന്നുണ്ടോ? ദിവ്യ, ഇത് ആദ്യഘട്ടം മുതൽ കുട്ടികൾ മാനസികമായി മരണപ്പെട്ട അമ്മുവിനെ പീഡിപ്പിച്ചിരുന്നു എന്ന ആരോപണം കുടുംബം ഉന്നയിച്ചിരുന്നു. വിദ്യാർത്ഥിനികൾ തമ്മിലുള്ള ചില പ്രശ്നമാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്ന് വിദ്യാർത്ഥികളുടെ തന്നെ മൊഴി പോലീസിന് ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് വിശദമായ അന്വേഷണം പോലീസ് നടത്തുകയും അധ്യാപകരുടെയും സഹപാഠികളുടെയും ഹോസ്റ്റലിൽ ഒപ്പം താമസിക്കുന്നവരുടെ അടക്കം വിശദമായ മൊഴിയെടുക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം പോത്തൻകോടുള്ള അമ്മുവിന്റെ വീടെത്തി പത്തനംതിട്ട പോലീസ് മൊഴിയെടുത്തത്. ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് നിലവിൽ കസ്റ്റഡി ഉണ്ടായിട്ടുള്ളത്. 3 പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തത്. അലീന ദിലീപ് പത്തനാപുരം സ്വദേശിയാണ്, അഞ്ജന മധു കോട്ടയം സ്വദേശിയാണ്, ചങ്ങനാശ്ശേരി സ്വദേശി എ.ടി. അക്ഷിത എന്നിവരെയാണ് കസ്റ്റഡി എടുത്തിട്ടുള്ളത്. ഇവർ 3 പേരും അമ്മുവിന്റെ സഹപാഠികളാണ്. പ്രിൻസിപ്പളുമായി നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവർ 3 പേരും അമ്മുവിന്റെ അടുത്ത സുഹൃത്തുക്കൾ തന്നെയായിരുന്നു എന്നാണ്. പിന്നീട് ഇടയ്ക്ക് ഇവർ തമ്മിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സൗഹൃദം അകന്നു പോവുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഈ പല പ്രശ്നങ്ങളും ഇവർ തമ്മിൽ ഉടലെടുക്കുന്നത്. ഇങ്ങനെ ഉണ്ടായ ചില പ്രശ്നങ്ങളാണ് അമ്മുവിനെ മാനസികമായി ബുദ്ധിമുട്ടിച്ചത് എന്ന് കുടുംബം പറയുന്നുണ്ട്. ഈ കുടുംബത്തിനടക്കം ഈ 3 പേരെ നല്ല വ്യക്തമായ ധാരണയുണ്ട്. ഇവർക്ക് പരസ്പരം അറിയാവുന്ന ആളുകളാണ്. അമ്മുവിന്റെ വീട്ടിലടക്കം എത്തിയ ആളുകളാണ് ഈ 3 പേരും എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നിലവിൽ ഈ 3 പേരെ പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട്. ശേഖരിച്ച മൊഴികളുടെയും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ കസ്റ്റഡി എടുത്തിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനുള്ള ആലോചന പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മുവിന്റെ മരണത്തിലാണ് ഇപ്പോൾ സഹപാഠികളായ 3 പെൺകുട്ടികൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. വിവരങ്ങളാണ് മുഹമ്മദ് ആഷിഖ് നൽകിയത്.